ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇന്നത്തെ ദിവസം എങ്ങനെ ആയിരിക്കും, ഓക്കെ, ഓവറോൾ എനർജി ഇന്നത്തെ എന്താണ്, നമുക്ക് ഇന്നത്തെ ദിവസത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. താങ്ക് യു വെരി മച്ച്. നമുക്ക് ഇതിനകത്ത് 3 കാർഡ്സ് എടുക്കാം. നമുക്ക് ഇന്നത്തെ ആ ഒരു ഓവറോൾ എനർജി അറിയാൻ വേണ്ടിയിട്ട്. താങ്ക് യു വെരി മച്ച്. ഇന്നത്തെ ദിവസം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും എങ്ങനെയായിരിക്കും സ്പിരിറ്റ്? താങ്ക് യു. ഓൾ റൈറ്റ്. എംപവർമെൻറ്റ്. നമുക്ക് ഒരു എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ളൊരു എന്താ പറയുക മനസ്സുണ്ടാവുക. ഓക്കെ, പല കാര്യങ്ങളും ആക്ഷൻ എടുക്കാൻ മടിച്ചിരുന്ന കാര്യങ്ങളിൽ ആക്ഷൻ എടുക്കാൻ തോന്നുക. ഈ പറഞ്ഞ പോലെ നമ്മൾ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ എന്തെങ്കിലും എന്താ പറയുക, നമ്മുടെ ഉള്ളിൽ ഈ പറഞ്ഞ ഒരു സ്ട്രോങ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലൈഫ് പർപ്പസ്. അതായത് ചില ആൾക്കാർ എന്താണെങ്കിലും കുറച്ച് നാളായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും, എന്താണ് എൻ്റെ ലൈഫ് പർപ്പസ്, അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ ലൈഫ് പർപ്പസ് എന്നറിയാനായിട്ട്. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക ഹിൻറ്റ് കിട്ടുന്നുണ്ടാവും നാളത്തെ ദിവസം. ഇന്നത്തെ ദിവസം, ഇന്ന് 12:15 കണ്ടായുള്ളൂ. ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ഹിൻറ്റ് കിട്ടുന്നുണ്ടാവും എന്തായിരിക്കും നിങ്ങളുടെ ലൈഫ് പർപ്പസ്, അല്ല എന്താകാം എൻ്റെ ലൈഫ് പർപ്പസ്. അതൊരു ഇൻഡ്യൂട്ടീവ് ഫീലിംഗ് എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവം ഞാൻ കാണുന്നുണ്ട്. ചില ആൾക്കാർ മാനിഫെസ്റ്റേഷൻ, നിങ്ങളുടെ റിയാലിറ്റിയിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ റിയാലിറ്റിയിൽ കാണാൻ പറ്റുമെന്നാണ് ഞാൻ ഈ മാനിഫെസ്റ്റേഷൻ്റെ കാർഡ് വെച്ച് മനസ്സിലാക്കുന്നത്. ചില ആൾക്കാർ ഉറപ്പായിട്ടും മാനിഫെസ്റ്റേഷൻ എന്തെങ്കിലും ഡിഫറെൻറ്റ് ടെക്നിക്സ് വെച്ചിട്ട് എന്തെങ്കിലും പർട്ടിക്കുലർ കാര്യം നാളത്തെ ദിവസം ഇന്നത്തെ ദിവസം മാനിഫെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇന്നത്തെ എനർജി എനിക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. ഒരു ഉറപ്പായിട്ടും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷനായിരുന്നു. എന്ത് ചെയ്യണം, എന്താണ് എൻ്റെ കരിയർ എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷനായിരുന്നു. ഒരു ആൻസർ നമുക്ക് ഉള്ളിലും പറഞ്ഞ പോലെ ഒരു ക്ലാരിറ്റി ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നാളെ എന്നാണ് എനിക്ക് കിട്ടുന്ന വേർഡ്. ചിലപ്പം ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നതായിട്ട് ഞാൻ അതിനകത്ത് കാണുന്നുണ്ട്. കരിയർ റിലേറ്റഡ് കരിയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് പർപ്പസിൻ്റെ കാർഡ് തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം ഉറപ്പായിട്ടും ലൈഫ് പർപ്പസ്, ചില ആൾക്കാർ നിങ്ങളുടെ റൂട്ട്സ് എന്താണ്, നിങ്ങൾ ആരാണ്, നിങ്ങളുടെ പർപ്പസ് എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ റൂട്ട് തേടി പോകുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു എനർജിയും കൂടെ എനിക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇന്ന് നമുക്ക് അറിയേണ്ട വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് സ്പിരിറ്റ്. നല്ല കാർഡ്സാണ്. ഇന്നത്തെ ദിവസം അറിയാവുന്നതിൽ വെച്ച് എനിക്ക് തോന്നുന്നത് ലൈഫ് പർപ്പസിനെ കുറിച്ച് കൺഫ്യൂഷൻ ഇല്ലാത്ത വളരെ കുറച്ച് ആൾക്കാരായിരിക്കും കാണുക. മജോറിറ്റി ആൾക്കാർക്ക് ഈ പറഞ്ഞ ഒരു കൺഫ്യൂഷനുണ്ട്. എന്താണ് എൻ്റെ ലൈഫ് പർപ്പസ്, ഞാൻ എന്തിനാണ് വന്നത്, എൻ്റെ ജീവിത ലക്ഷ്യം എന്താണെന്നൊക്കെ അറിയാനായിട്ടൊക്കെ ഉള്ള ആഗ്രഹം ഉണ്ടാവും. ചില ആൾക്കാർക്ക് ഓഫ് കോഴ്സ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക ലോയുടെ ഫീൽഡിലുള്ളവരായിരിക്കും. ഓക്കെ, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നിങ്ങൾ പല ആൾക്കാരും ഹീലേഴ്സാണ്. അത് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ദിവസമായിരിക്കും നാളെ. ഗൈസ്, ഇത് ഇന്നും നാളെയായിട്ട് തന്നെ എടുക്കുക മെസ്സേജ്. എനിക്കറിയില്ല, കാരണം ഒരുപാട് തവണ ഞാൻ നാളെ യൂസ് ചെയ്തു. ആക്ച്വലി ഞാനിപ്പം റെക്കോർഡ് ചെയ്യുമ്പോൾ 12:45 രാത്രി 12:45, അതായത് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഇന്നും നാളെയായിട്ട് നമുക്ക് ഒരുപാട് അവേക്കനിങ്സ് പ്രതീക്ഷിക്കാം നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, 3 of Swords ഡെഫിനറ്റ്ലി ഹീലേഴ്സിൻ്റെ എനർജിയാണ്. ഓക്കെ, ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻസിലൂടെ പാസ് ചെയ്ത് പോകുന്ന ആൾക്കാർക്ക് നമ്മൾ പറയില്ലേ ഒരു ഐ ഓപ്പണർ, അല്ലെങ്കിൽ നമുക്കൊരു സമാധാനം തരിക എന്നൊക്കെ പറയുന്ന ചെറിയ കാര്യമില്ല. അപ്പം അങ്ങനെ ഒരു എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. എനിക്കറിയില്ല നിങ്ങൾക്ക്, ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലല്ല, ഞാനിവിടെ ഇരുന്നാണ് ചെയ്യുന്നത്. അപ്പം അതിൻ്റേതായ കുറച്ച് ഈ പറഞ്ഞ പോലെ പോരായ്മകളുണ്ടാവും. എല്ലാവരും ക്ഷമിച്ച് മുന്നോട്ട് പോവുക. അവേക്കനിങ്സിൻ്റെ കാര്യം പറഞ്ഞു. ഹാങ്ഡ് മാനിലെ ഈ ഒരു അവേക്കനിങ്ങിൻ്റെ സിറ്റുവേഷൻ്റെ കാര്യം പറയുമ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പല തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കുന്നു. മെൻ്റൽ ക്ലാരിറ്റി മാത്രമല്ല, ആക്ഷൻ എടുക്കും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എംപവർമെൻറ്റ്, ആക്ഷൻ്റെ എനർജി ഉണ്ട്. പല കാര്യങ്ങൾ ചെയ്യുക, പലതിനെക്കുറിച്ച് കൃത്യമായിട്ട് ആലോചിച്ച് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി എടുക്കുക, അങ്ങനെയുള്ള എനർജി എനിക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. ഇൻസ്പിറേഷൻ അല്ല സ്പിരിച്വലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാനും, എന്താണ് സ്പിരിച്വലി ഞാൻ ഇവിടെ ചെയ്യാൻ വന്നിരിക്കുന്നത്, എൻ്റെ പർപ്പസ് എന്താണ്, എനിക്ക് ഈ പറഞ്ഞ പോലെ സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ട് ഞാൻ എന്താണ് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം എയ്സിൻ്റെ കാർഡും ഉണ്ട്, അതുപോലെ തന്നെ എയ്സിൻ്റെ ഉണ്ട്, 2 of Wands ഉണ്ട്. ഡെഫിനറ്റ്ലി നമ്മുടെ ഉള്ളിലൊരു എന്താ പറയുക ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നു, അതിൻ്റെ എക്സ്പാൻഷനെ കുറിച്ച് ആലോചിക്കുന്നു. ചില ആൾക്കാർ ഉറപ്പായിട്ടും ട്രാവലാണ്. എനിക്ക് ഇദ്ദേഹത്തിൻ്റെ കയ്യിലെ ഗ്ലോബ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു. ചില ആൾക്കാർ ട്രാവലിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രാവൽ ഇന്നും നാളെ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു ട്രാവൽ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മേ ബി ഒരു ഷോർട്ട് ജേർണി ആവാം.
ഓക്കെ. ചില ആൾക്കാർക്ക് ഇതൊരു സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഡേ ആണ്. ഒരുപാട് എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ പോസിറ്റീവ് ടേംസ് ഓഫ് ഇവൻറ്റ്സ് നടക്കുന്നൊരു ദിവസമായിരിക്കും നിങ്ങൾക്ക്. ഓക്കെ, നമുക്ക് നോക്കാം ഫർദർ. നമുക്ക് ഇന്നത്തെ ദിവസം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് സ്പിരിറ്റ് എനിക്ക്. ഓക്കെ, നമുക്ക് നോക്കാം ഫർദർ. നമുക്ക് ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ എന്നുള്ളത്. സ്പിരിറ്റെ നമുക്ക് അറിയേണ്ടത് എന്തെങ്കിലും നമ്മളിനി ഫർദറായിട്ട് അറിയാനുണ്ടോ, എന്തെങ്കിലും നാളത്തെ അല്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ട് വേറെ എന്തെങ്കിലും ഫർദർ കാര്യങ്ങളുണ്ടോ സ്പിരിറ്റെ. കാരണം എന്തായിരുന്നാലും കുറച്ച് ഈ പറഞ്ഞ പോലെ സ്പിരിച്വൽ ദിവസമായിരിക്കും. കുറച്ചധികം സ്പിരിച്വൽ ദിവസം, കുറച്ചധികം അവേക്കനിങ്സ്, കുറച്ചധികം എക്സ്പാൻഷൻ, നമ്മുടെ ഉള്ളിൽ കുറേ ഇൻസ്പിറേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ ഗുഡ് കർമ്മയുടെ റിസൾട്ട്, 2 of Wands അഗെയിൻ. ചില ആൾക്കാർക്ക് ട്രാവൽ തന്നെയാണ്, ഡബിൾ കൺഫർമേഷൻ. ഓക്കെ, ട്രാവലിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ റിയാലിറ്റിയിൽ വരുന്നു എന്നുള്ളതിനെ കാണിക്കുന്ന കാർഡ് കൂടിയാണ് ഈ പറഞ്ഞ പോലെ 2 of Wands. അത് പുള്ളിക്കാരത്തിൽ പുറത്തോട്ട് നോക്കിയിരിക്കുകയാണ് എപ്പോഴത്തേനാണ് ഈ പറഞ്ഞ പോലെ ഞാൻ ട്രാവൽ ചെയ്യുന്ന ട്രാവൽ. ചില ആൾക്കാർ ഇത് ബസ്സിൽ പോകുന്നൊരു ട്രാവലും കൂടിയാണ്. എനിക്കറിയില്ല ഇത് എത്ര പേർക്ക് കണക്റ്റ് ആവും എന്നുള്ളത്. ഓക്കെ, ഡെസ്റ്റിനിയുടെ കാർഡാണ്. അതായത് നമ്മുടെ ലൈഫിൽ നമുക്കറിയാൻ ഡെസ്റ്റിൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ അറിഞ്ഞ് തന്നെ പോകും. അപ്പോൾ അങ്ങനെ ഒരു അറിവ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു എന്താ പറയുക, നമ്മുടെ ഡെസ്റ്റിനെക്കുറിച്ചൊരു തിരിച്ചറിവ്, അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം എനിക്കിതിനകത്ത് കിട്ടുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഇത് ഉറപ്പായിട്ട് ഹീലിംഗ് ആണ്. ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനിലൂടെ നിങ്ങൾ പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിന് ഡിവൈൻ ഹീലിങ്ങിൻ്റെ എനർജിയും കൂടിയാണ് ഈ പറഞ്ഞ പോലെ സ്റ്റാർ കാർഡ്. അൺഎക്സ്പെക്റ്റഡ് കമ്മ്യൂണിക്കേഷൻ, അത് മാത്രമല്ല കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അങ്ങനെ ഒരു ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ എനിക്കിവിടെ കിട്ടുന്നുണ്ട്. നിങ്ങളിൽ എന്തെങ്കിലും ഈ മനസ്സിന് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഒക്കെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്ത കൺഫ്യൂഷനൊക്കെ ആയിരുന്നെങ്കിൽ മെൻ്റൽ ക്ലാരിറ്റി ഓഫ് എന്തായാലും നിങ്ങളുടെ മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവും. ഹാങ്ഡ് മാൻ്റെ എനർജി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ജഡ്ജ്മെൻറ്റ്, പല അവേക്കനിങ്സ്, ആഹാ മൊമെൻറ്റ്സ്. എന്ത് ദിവസമാണ് ഇന്നത്തെ ദിവസം എനിക്കറിയില്ല. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ എനർജി കിട്ടുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ചെറിയ ദിവസമല്ല. ഓക്കെ, ഒരുപാട് ആഹാ മൊമെൻറ്റ്സ്, അതുപോലെ തന്നെ പല കാര്യങ്ങളെക്കുറിച്ചുള്ള തിരിച്ചറിവ്. ഗ്രേറ്റ്, നല്ല ദിവസം. കാരണം നമ്മുടെ ആ ഒരു എന്താ പറയുക, പോസിറ്റീവായിട്ടുള്ള എനർജിയിലേക്ക് നമ്മൾ വരിക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, എൻ്റെ ലൈഫിൽ നടന്ന ഓരോന്നിൻ്റെയും പോസിറ്റീവ് സൈഡ്സ് കാണാൻ പറ്റുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. ഓക്കെ, ഇന്നത്തെ ദിവസം എന്താ പറയുക, ഒരു മിക്സ്ഡ് എനർജിയാണ്, എല്ലാം കൂടെ ഒരു പോസിറ്റീവ് എനർജിയാണ് എനിക്കിന്നത്തെ കിട്ടുന്നത്. എനിവേ, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തെ ഗൈഡൻസ് ക്ലിയർ ആയിട്ട് കിട്ടി എന്നുള്ളത്. ഇന്നത്തെ ദിവസം ഒരുപാട് അവേക്കനിങ്സും കാര്യങ്ങളുണ്ട്. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ വന്ന ഓരോ കാര്യങ്ങളും എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം പല കാര്യങ്ങളുടെയും ഈ പറഞ്ഞ പോലെ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്നില്ല. ഓക്കെ, ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും. നമ്മൾ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടും, അല്ലെങ്കിൽ എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പം എന്തെങ്കിലും പ്രത്യേകിച്ച് ഒട്ടും നമ്മൾ മനസ്സിൽ വിചാരിക്കാത്തൊരു കാര്യം നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യുക. ഓക്കെ, നോട്ട് ചെയ്ത് വയ്ക്കുക, ജേർണലൈസ് ചെയ്യുക. എനിവേ ഗൈസ്, താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. എല്ലാവരും ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് വരുന്നു, വീഡിയോസ് കാണുന്നു, ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എനിക്ക് വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും ഉണ്ടാകുന്ന ഒരു ദിവസമായി മാറട്ടെ ഇന്നത്തത്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈറ്റ്. ടേക്ക് കെയർ. ബൈ.